സ്വാഭാവികമായും കാസർഗോഡ് ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് ഇടതുപക്ഷ മനസ്സുകളുടെ കോട്ട കൊത്തളമാണ്. ഇടതുപക്ഷ മനസ്സുകളുടെ എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിൻ്റെ കരുത്തുറ്റ താവളമാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത്. 7 മണ്ഡലങ്ങളിൽ 5 മണ്ഡലങ്ങളും LDFിനൊപ്പമാണ്. സ്വാഭാവികമായും 2 മണ്ഡലങ്ങളാണ് ഭൂരിപക്ഷം LDFിന് കുറഞ്ഞു പോകുന്ന മണ്ഡലങ്ങൾ എന്നുള്ളത്. കഴിഞ്ഞ 3.5 പതിറ്റാണ്ട് കാലമായി കാസർഗോഡ് ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൈകളിലാണ്. കഴിഞ്ഞ 5 വർഷമാണ് അത് നഷ്ടപ്പെട്ടത്. ആ നഷ്ടപ്പെടാനുണ്ടായ സാഹചര്യം അന്ന് നിലനിന്നിരുന്ന ഉയർന്നു വന്ന പ്രത്യേക ചില രാഷ്ട്രീയ സംഭവഗതികളുടെ ഭാഗമാണ്. പ്രചണ്ഡമായ പ്രചരണത്തിലാണ് ജനങ്ങൾ വശംവദരായി. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 19 ലോക്സഭാ മണ്ഡലങ്ങളും UDFിൻ്റെ കൈകളിലേക്ക് പോയി. ഇപ്പോൾ 18 ലോക്സഭാ മണ്ഡലങ്ങളിൽ UDF ആണ് പാർലമെൻറ്റിനെ പ്രതിനിധീകരിക്കുന്നത്. ഒരു സംശയം വേണ്ട, കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ഈ ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരിച്ചു പിടിച്ചിരിക്കും. കാരണം ഇന്ന് ഈ കാസർഗോഡ് പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്ക്, ഇടതുപക്ഷത്തോടൊപ്പം എപ്പോഴും നിന്നിട്ടുള്ള ജനങ്ങൾക്ക് ഒരു പശ്ചാത്താപമുണ്ട്. കഴിഞ്ഞ തവണ വന്നിട്ടുള്ള ആ കൈപ്പിഴവ് അല്ലെങ്കിൽ അക്ഷരത്തെറ്റ് അതിക്കുറി തിരുത്താൻ അവർ ബദ്ധശ്രദ്ധരായി മുമ്പോട്ട് വന്നിട്ടുണ്ട്. തികഞ്ഞ ആർജവത്തോടും നിശ്ചയദാർഢ്യത്തോടും പ്രതിജ്ഞാബദ്ധതയോടും കൂടിയാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ന് മുമ്പോട്ട് വന്നിട്ടുള്ളത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സ്വാഭാവികമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയത്തിനും ആശങ്കക്കും അടിസ്ഥാനമില്ല. ഈ മണ്ഡലം വീണ്ടും LDFിൻ്റെ കൈകളിലേക്ക് വരും. അതിന് ജനങ്ങൾ തയ്യാറായിട്ടുണ്ട്. ഞാൻ ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോൾ മത്സരിക്കുകയാണ്. കഴിഞ്ഞ നിരവധി വർഷക്കാലമായി എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ അംഗക്കളരിയാണ് ഈ കാസർഗോഡ് ലോക്സഭാ മണ്ഡലം, പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ല. ഈ ജില്ലയുടെ മുക്കും മൂലയുമെല്ലാം അവിടുത്തെ ജനങ്ങളുടെ നാഡീസ്പന്ദങ്ങൾ, താളലയങ്ങൾ എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്, അവരോട് ഒന്നിച്ചു നിന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഈ ജില്ലയിലെ വികസന കാര്യങ്ങളിൽ അടക്കം ഇടപെട്ടുകൊണ്ട് പരമാവധി പരിഹരിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഒരു എളിയ പ്രവർത്തകനാണ് ഞാൻ. ഒരു സംശയവും വേണ്ട, മറ്റാരേക്കാളും ഈ ജില്ലയിൽ ഞാൻ താഴേക്കടയിലടക്കം പ്രവർത്തിച്ച് ഉയർന്നു വന്നിട്ടുള്ള ഒരാളാണ്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിൽ, അതിനു മുമ്പ് ഈ കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ, അതുപോലെ പിന്നീട് ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ, ഇവിടെ ഖാദി ഗ്രാമ വ്യവസായ ബോർഡിൻ്റെ വൈസ് ചെയർമാൻ എന്നുള്ള നിലയിൽ സംസ്ഥാനത്തുടനീളം, NREG വർക്കേഴ്സ് യൂണിയൻ്റെ ആ സംഘടനയുടെ രൂപം കൊടുക്കുന്ന ആദ്യത്തെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ, അതുപോലെ തന്നെ കർഷക തൊഴിലാളിയുടെ സംസ്ഥാന ജില്ലാ നേതാവ് എന്നുള്ള നിലയിൽ ഈ മണ്ഡലത്തിലാകെ നിറഞ്ഞു നിൽക്കുക മാത്രമല്ല, ഈ ജില്ലയിൽപ്പെടാത്ത പയ്യന്നൂരായാലും കല്യാശ്ശേരിയിലായാലും അവിടെയുള്ള ആബാലവൃദ്ധം ജനങ്ങൾക്കും നേരിട്ടറിയാവുന്ന ഒരു എളിയ പ്രവർത്തകനാണ് ഞാൻ എന്നുള്ളത് നിസ്സംശയം പറയാൻ വേണ്ടി കഴിയും.